ഹായ് ഗെയ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ബിഗിനേഴ്സിന് പോലും വളരെ സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന ഒരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. 1 kg വാനില സ്പോഞ്ച് കേക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പം ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ആദ്യം നമ്മൾ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതുപോലെ സ്പൂണോട് ഇതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ മെഷർമെൻറ്റ് കപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് മൈദയാണ് നമുക്ക് ആവശ്യമുള്ളത്. 1 കപ്പ് മൈദ എന്ന് പറഞ്ഞാൽ 250 മില്ലിഗ്രാം. കണ്ടല്ലോ, ഇതേപോലെ 1 കപ്പ് ഞാൻ എടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിന് മുന്നേ ഇതേപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, അതായത് 5 മില്ലി. ഇനി നമ്മൾ എടുത്തു വച്ചിട്ടുള്ള മൈദയിലേക്ക് ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് 1, 2, 3 പ്രാവശ്യം ഇത് അരിച്ചെടുക്കാം. കണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നത് പോലെ 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ബേക്കിംഗ് സോഡയും മൈദയും നല്ല തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാറ്റർ ഒഴിക്കാനുള്ള ടിന്ന് റെഡിയാക്കാം. അതിന് വേണ്ടി കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. ചുറ്റിലും സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ ഒന്ന് തട്ടി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ടിന്നിവിടെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്ത്, ഒട്ടും നനവില്ലാത്തൊരു ബൗളെടുത്ത് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ചേർക്കുക. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്ലോലി ബീറ്റ് ചെയ്യാം. കുറച്ച് നേരം ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം സ്പീഡ് അങ്ങനെ കൂട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പഞ്ചസാര അളവിലാണ് എടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. കണ്ടില്ല, ഇതേപോലെ നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നത് വരെ ഈ ഒരു ബീറ്റിങ് തുടരാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള പൊടിയൊന്ന് ആഡ് ചെയ്യാം. മൈദയും ബേക്കിംഗ് പൗഡർ നമ്മൾ അരച്ച് വെച്ചില്ലേ, അതൊന്ന് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് ഈ ഒരു രീതിയിൽ ഗ്രൗണ്ടിൽ കറക്കിയിട്ട് നടുവെന്ന് ഇങ്ങനെ വരക്കുക. നടുവെന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതുപോലെ കുറേശ്ശെയായിട്ട് പൊടി ഇതിലേക്ക് ഈ ബാറ്ററിലേക്ക് ഇട്ട് ഈ രീതിയിൽ തന്നെ ഇളക്കിയെടുക്കുക. അപ്പം എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഈ ഒരു കേക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ കേക്കിൻ്റെ ഒരു ക്ലാസ്സിന് പോയി. അപ്പോൾ അങ്ങനെ അവൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു തന്നത് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇതിന് മുന്നേ ഞങ്ങൾ ഉണ്ടാക്കി യൂട്യൂബിലൊക്കെ നോക്കിയിട്ട്. ഇതെന്താ പറയുക, ഇങ്ങനെ ഇളക്കണത്, ഇങ്ങനെ ഇളക്കിയാലാണ് നല്ല പഫി ആയിട്ട് കേക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഒന്നായിട്ട് ഇങ്ങോട്ട് റൗണ്ട് ചെയ്ത് ഇളക്കിയാൽ ഇതിൻ്റെ ആ പഫിങ് ഉണ്ടല്ലോ, ഒരു സ്പോഞ്ച് പോലത്തെ ഉള്ള ആ ഒരു കൺസിസ്റ്റൻസിൽ നിന്ന് പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു കറക്കം കറക്കിയിട്ട് നടുവിലൂടെ ഒരു കട്ട് കൊടുക്കുക.
അപ്പം ഇതേപോലെ കുറേശ്ശായിട്ട് നമ്മൾ പൊടികളൊക്കെ എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്തു ഇതേപോലെ ഇളക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പാലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ആഡ് ചെയ്യാം. അതും കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് ഇതേപോലെ ഇളക്കുക. അപ്പോൾ അനിയത്തി കേക്കിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്നെ വിളിച്ചതാണ്. കേക്ക് ഉണ്ടാക്കാൻ വാ, എനിക്ക് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്തായാലും എന്നെ വിളിക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓളെ വീട്ടിലേക്ക് പോയതാട്ടോ. കേക്ക് ഉണ്ടാക്കലുമായി അവിടെ നിൽക്കലുമായി. അപ്പോൾ അതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ പുരട്ടി വെച്ച ഈ ഒരു ടിന്നിലേക്ക് ഇതാ കുറച്ച് മൈദ തട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ ഈ ഒരു ബാറ്ററി ഒഴിച്ച് നന്നായിട്ടും തട്ടി സ്റ്റവിൽ വെച്ച് 45 മിനിറ്റ് വേവിക്കുക. ഈ ഒരു ബാറ്ററി ഒഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റവിൽ കടായി വെക്കണേ. അപ്പോൾ അതൊന്ന് ചൂടായി വെന്തതിന് ശേഷം അതിലേക്കൊരു റിങ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ആ ടിന്ന് വെക്കുക. കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ച ടിന്ന് വെച്ച് 45 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഇറക്കി വെച്ച് നല്ല രീതിയിൽ തന്നെ മൂടി വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല പഫിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോളെ പണിയിട്ടത് നന്നായിട്ട് ഇങ്ങനെ കുത്തി നോക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടോ, ഒരു കുത്ത് 2 കുത്തൊക്കെ നോക്കി നമുക്ക് നോക്കാം വെന്തതൊക്കെ. ഈ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഈ ഒരു ടിന്നിൽ നിന്നും ഇത് ഇളക്കി നമുക്കൊരു കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം, ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല പഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രിഡ്ജിലേക്ക് അതിൽ ഇതേപോലെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇനി ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ടി കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഇനി ക്രീം 1.5 കപ്പ് എടുക്കുന്നുണ്ട്, വിപ്പിംഗ് ക്രീം. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്ന പാത്രം നന്നായിട്ട് തന്നെ തുടച്ച് അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ച് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ വിപ്പിംഗ് ക്രീം മാത്രം ഇതുപോലെ കുറച്ച് നേരം ബീറ്റ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം പഞ്ചസാര ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ആവശ്യത്തിന് മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ആഡ് ചെയ്താണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു ബൗള് കമിഴ്ത്തി വെച്ചാലും പുറത്തേക്ക് വരാത്ത ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു വിപ്പിംഗ് ക്രീം കിട്ടേണ്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വിപ്പിംഗ് ക്രീം കിട്ടേണ്ടത്. കണ്ട പാത്രം കമിഴ്ത്തി വെച്ചാലും അത് പുറത്തേക്ക് വരാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ തണുപ്പിക്കാൻ വെച്ചിട്ടുള്ള കേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. അങ്ങനെ 3 ലെയറായിട്ട് നമുക്ക് ഈ ഒരു കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി കേക്കിൻ്റെ ടേബിൾ ടോപ്പിൽ ഇതുപോലത്തെയുള്ള കാർഡ്ബോർഡ് വെച്ച് അതിന് മുകളിൽ കുറച്ച് ക്രീം തേച്ചതിന് ശേഷം ഒരു ലെയർ വെച്ച് കൊടുക്കും. ഒരു ലെയർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാര സിറപ്പാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ പഞ്ചസാര വെള്ളത്തിൽ കലക്കിയതാണ് കേട്ടോ. ഈ ഒരു സിറപ്പ് കാരമലേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അത് ഇപ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര കലക്കിയ വെള്ളം അതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ക്രീം തേച്ചതിന് ശേഷം അടുത്ത ലെയറും വെച്ച് കൊടുത്ത് ഇതേപോലെ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ 3 ലെയറും വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതേപോലെ 3 ലെയറും ക്രീം തേച്ചതിന് ശേഷം ഓരോ ലെയർ വെച്ച് സിറപ്പ് ഒഴിച്ച് വീണ്ടും ക്രീം തേച്ച് അങ്ങനെ 3 ലെയർ വെച്ചതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ക്രീം തേച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ കുറച്ച് കവർ ചെയ്തതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി കുറച്ച് തണുത്തതിന് ശേഷം വീണ്ടും എടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ക്രീം തേച്ച് ഡെക്കറേറ്റ് ചെയ്യാം.
അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ സച്ചുകുട്ടം വന്നാണ്ട് ക്രീം ഇങ്ങനെ തോണ്ടി തിന്നണേ. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തൊടുന്നില്ല. അനിയത്തിൻ്റെ ചെറിയ മോനെ ഏകദേശം അവൻ്റെ വയറ്റിലായിരുന്നു വിപ്പിംഗ് ക്രീം കേട്ടോ. നമ്മളെ ബീറ്ററിൻ്റെ ആ ഒരു ഇതിമെന്നൊക്കെ നല്ല തോണ്ടി തിന്നിട്ടുണ്ട്. വീണ്ടും ഇതാ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് നന്നായിട്ട് തന്നെ ക്രീം തേച്ച് പിടിപ്പിക്കുകയാണ്. അധികം മൊഞ്ചൊന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടേ. അപ്പോൾ കാണാൻ അത്ര മൊഞ്ചില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സച്ചുവിൻ്റെ പരിപാടി കണ്ടോ, മുകളിൽ ആ റേക്കുമ്മൽ എന്നിട്ട് കയറി വന്നാണ്ട് ക്രീം തിന്നണേ. ഏകദേശം അവൻ്റെ വയറ്റിലായിരുന്നു ക്രീമൊക്കെ. പിന്നെ എങ്ങനെ നമുക്ക് ഈ കേക്കുമ്മൽ ഈ ക്രീം തേക്കാണ്ടാവുക. അപ്പോൾ എല്ലാവരുടെ വകയും ഈ കേക്കുമ്മൽ തോണ്ടി തേച്ചിട്ടോ. അപ്പം വിപ്പിംഗ് ക്രീമിൻ്റെ ഏകദേശം തേപ്പൊക്കെ ഇതിന് എല്ലാവരുടെ വകയും തേച്ച് കഴിഞ്ഞ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു നക്ഷത്രം ഇട്ട് കൊടുക്കാണ്ട്. അതിന് വേണ്ടി വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്യണേ. ഒരു 2-3 തുള്ളി കളർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് ഈ ഒരു കേക്കിന്മേൽ ഡെക്കറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഓരോരുത്തരുടെ വകയും ഓരോ ലെയർ സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരുതാണ് ഏറ്റവും നന്നായതെന്ന് പറയണേ. അപ്പം ഞങ്ങളെ കേക്ക് ഇവിടെ ഏകദേശം അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് മിനുക്ക് പണികൾ മാത്രമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഡെക്കറേഷൻ ചെയ്ത് എന്തൊക്കെ മോഡൽ ഡെക്കറേഷൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അത്രക്കും ഡെക്കറേഷൻ കൊണ്ട് എല്ലാവർക്കും ത്രില്ലേനി. അപ്പോൾ എല്ലാവരും ഡെക്കറേഷനൊക്കെ പഠിച്ചു. ഫൈനൽ ലുക്ക്, കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്? അടിപൊളിയല്ലേ? അപ്പം ഇനി ഇങ്ങനെയുള്ള ഒരുപാട് കൈകളുടെ പ്രയത്നമുണ്ട്. ഇതാണ് നമ്മൾ നിർമ്മിച്ച കേക്ക്. ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.